ഹായ് കൂട്ടുകാരെ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്തോളൂ. നമുക്കിന്ന് പാസ്ത ഉണ്ടാക്കാം. അതിന് വേണ്ടുന്നത് 1/4 കിലോ പാസ്ത അല്ലെങ്കിൽ മാക്രോണി എടുക്കാം. നമ്മളെടുക്കുന്നത് പാസ്തയാണ്. ടെക്സ്ചേർഡ് പാസ്ത ഒരു വെറൈറ്റി ആയിരിക്കും. ഇനി അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തത്, ഒരു ക്യാരറ്റ്, ഒരു സബോള അരിഞ്ഞെടുത്തത്, ഒരു ചെറിയ ക്യാപ്സിക്കം, ഒരു തക്കാളി അരിഞ്ഞെടുത്തത്, പിന്നെ 1/2 സ്പൂൺ മുളക് പൊടി, ഈ സ്പൂൺ എടുത്തത്, 1 സ്പൂൺ പാസ്ത മസാല, പിന്നെ 1 സ്പൂൺ പഞ്ചസാര. ഇത്രയാണ് വേണ്ട സാധനങ്ങൾ. ഇനി നമുക്ക് ഈ പാസ്ത വേവിച്ചെടുക്കാം. അതിനായി ഞാനൊരു 3 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. പാസ്ത 1 കപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ 3 ഇരട്ടിയെങ്കിലും വെള്ളം, 2 സ്പൂൺ ഉപ്പിടുക. തിളപ്പിച്ച വെള്ളം എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ കൂടുതൽ വെന്ത് പോകുന്ന പ്രശ്നമില്ല. അതിലേക്ക് 3 ലിറ്ററിൻ്റെ കുക്കറായതുകൊണ്ട് അധികം പ്രഷർ പോവില്ല, പ്രഷർ ഉണ്ടാവില്ല. അപ്പോൾ കൂടുതൽ വെന്ത് പോകുന്ന പ്രശ്നങ്ങൾ വരാൻ പോകുന്നില്ല. നമ്മൾ സാധാരണ പാത്രത്തിൽ വയ്ക്കുന്നതെങ്കിൽ ഒരുപാട് നേരം വേവിക്കാൻ നിൽക്കും, ആ സമയമെടുക്കും. ബെറ്റർ കുക്കറിൽ വെച്ച് ജസ്റ്റ് ഒരു 5 മിനിറ്റ് തിളപ്പിച്ച വെള്ളത്തിൽ ഒഴിക്കുക, തീ കത്തിക്കുക, 5 മിനിറ്റ്. പിന്നെ 1 സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാസ്ത തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല, നന്നായിരിക്കും അത്. 5 മിനിറ്റ് വിസിൽ വന്ന് ഫസ്റ്റ് വിസിൽ വന്ന് തീ ഓഫ് ചെയ്യുക. 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഊറ്റിയെടുക്കാം. ഞാൻ പാസ്ത കുക്കറിൽ വേവാൻ വെച്ചിട്ടുണ്ട്. തീ നല്ലോണം കൂട്ടി വെച്ചിരിക്കുകയാണ്. 1 വിസിൽ വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചേരുവകൾ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായി ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അത് പാം ഓയിലാകാം, കോൺ ഓയിലാകാം, നമുക്ക് ഇഷ്ടമുള്ളത്. അതിൽ നമുക്ക് സബോള ഇടാം. സബോളയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയും കൂടി വഴറ്റിയെടുക്കാം. കൂടുതൽ വഴറ്റേണ്ട കാര്യമില്ല, ജസ്റ്റ് ആ ഒരു പച്ചമണം മാറി കിട്ടണം, ഇത്രയേ ഉള്ളൂ. വെളുത്തുള്ളി ഏകദേശം പാകമായിട്ടുണ്ട്. നമുക്കിനി തക്കാളിയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. നമ്മുടെ തക്കാളി ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. നമ്മുടെ ക്യാരറ്റും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കം അധികം വഴറ്റേണ്ട കാര്യമില്ല. നമ്മുടെ ചേരുവകളെല്ലാം വഴറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊടികൾ കൂടി ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. നമുക്കിനി വഴറ്റിയ ചേരുവകൾക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാസ്തയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്താണ് നമ്മൾ വേവിക്കാൻ വെച്ചത്. അഞ്ച് മിനിറ്റ് കഴിഞ്ഞു.
കുക്കറിൻ്റെ ആവി കളഞ്ഞ് മൂടി തുറന്നു. പാസ്ത ആവശ്യത്തിന് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയാം. നമുക്കിനി റെഡിയായിരിക്കുന്ന മസാല കൂട്ടിലേക്ക് നമ്മുടെ വേവിച്ച പാസ്ത അല്പാൽപ്പം ചേർത്ത് ഇളക്കി ഒഴിപ്പിച്ചെടുക്കാം. ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. നമ്മുടെ പാസ്ത റെഡി ആയിരിക്കുന്നു. നിങ്ങളും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിച്ചോളൂ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.